Hi dears and welcome to a new video. TSSSB അഥവാ ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ്. ഓക്കെ, ബ്രോഡായിട്ടുള്ള ഒരു പേരാണ്, കണ്ടുപിടിക്കേണ്ട. പക്ഷെ അവിടെ 1800 വേക്കൻസീസ് വന്നിട്ടുണ്ട്, ജോബ് വേക്കൻസീസ്. സോ യു ഹാവ് 1800 ജോബ് വേക്കൻസീസ് ഓവർ ദെയർ. അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഏതൊക്കെ ക്വാളിഫിക്കേഷൻകാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, എന്തൊക്കെയാണ് പോസ്റ്റ്, അപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴാണ്, എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് വിസിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് www.dssbonline.nic.in. സോ dssbonline.nic.in എന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ കയറേണ്ടത്. അപ്പോൾ ഇതാണ് വെബ്സൈറ്റിൻ്റെ ഹോം പേജ്. കറണ്ട് വേക്കൻസി ഡീറ്റെയിൽസ് ഇവിടെ ലെഫ്റ്റിൽ തന്നെ ഒരുപാട് വേക്കൻസീസ് ഇതാ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് എന്താണ് പേര് പറഞ്ഞിട്ടുണ്ട് ഓരോ ജോബ് വേക്കൻസീസിൻ്റെ, അതായത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, പബ്ലിക് ഹെൽത്ത്, അതുപോലെ ജസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്. വേക്കൻസി ഡീറ്റെയിൽസിനായിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനും PDF ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ദെൻ നമുക്ക് നേരെ ആ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് പോകാമല്ലേ. സോ അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ, പ്ലീസ് സപ്പോർട്ട് ദ ചാനൽ. ഇത് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. സോ പ്ലീസ് കൈൻഡ്ലി ഡൂ ദിസ് സബ്സ്ക്രിപ്ഷൻ. അതുപോലെ ഈ വീഡിയോസ് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. സോ ദാറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ us. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം, അധികം സമയം കളയണ്ട. സോ ദിസ് ഇസ് ഇറ്റ്. ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ജോബാണ്. ബട്ട് സ്റ്റിൽ 1800 വേക്കൻസി ഉണ്ടല്ലേ, അപ്പോൾ വെറുതെ കളയണ്ട, നിങ്ങളിത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് March 15-നാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് April 14-ആണ്. അപ്പോൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇനി ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ കണ്ട പോലെ ജസ്റ്റ് ഏതൊക്കെ കാറ്റഗറിയിലാണ് ഓരോ വേക്കൻസി വന്നിട്ടുള്ളത് എന്നുള്ളതും ബേസിക് ഇൻഫർമേഷൻ ഈ ഒരു ടേബിളിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നെയിം ഓഫ് ദ പോസ്റ്റ് ഞാൻ പെട്ടെന്ന് വായിച്ചിട്ട് പോകാം. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, പബ്ലിക് ഹെൽത്ത്, പ്രിൻറ്റിംഗ്, സിവിൽ, കെമിക്കൽ, ഇൻറ്റീരിയർ ഡിസൈനിങ്, ഓട്ടോമൊബൈൽസ്, പ്രൊഡക്ഷൻ, ദെൻ ഇലക്ട്രോണിക്സ്, ദെൻ ഇതൊക്കെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റുകളാണ്. മോഡേൺ ഓഫീസ് പ്രാക്ടീസ്, ഹിന്ദി, ഇൻസ്ട്രുമെൻറ്റേഷൻ, പ്ലാസ്റ്റിക്സ്, പിന്നെ ലാബറട്ടറി അറ്റൻഡൻറ്റ്, സോ ലാബ് അസിസ്റ്റൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക, അതൊക്കെ ഡിഗ്രി ക്വാളിഫിക്കേഷനിലായിരിക്കും. അസിസ്റ്റൻറ്റ് കെമിസ്റ്റ്, ദെൻ അസിസ്റ്റൻറ്റ് എൻജിനീയർ, ജൂനിയർ എൻജിനീയർ, ഡ്രാഫ്റ്റ്മെൻ, പേഴ്സണൽ അസിസ്റ്റൻറ്റ്, ഫാർമസിസ്റ്റ് യുനാനി ആയുർവേദിക്, ദെൻ ഹോമിയോപ്പതി, അസിസ്റ്റൻറ്റ് ഡയറക്ടർ. നല്ല പോസ്റ്റുകളും ഉണ്ട്, താഴത്തെ പോസ്റ്റുകളും ഉണ്ട്. അപ്പോൾ എല്ലാ ടൈപ്പും ഇവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. Then junior stenographer, junior engineer, scientific assistant is also there. Okay. Security supervisor, assistant foreman, then carpenter, assistant filter supervisor, programmer. പോരടിക്കണ്ടോ? ഓക്കെ, എനിവേ ഈ പേരുകൾ മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, ദെൻ ദാറ്റ് ഇസ് ഫോർ ഡെഫ് ആൻഡ് ഡം, ദെൻ പ്രോഗ്രാമർ. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് പോസ്റ്റുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞതുപോലെ April 14-ആണ്. ഓൺലൈനാണ് ആപ്ലിക്കേഷൻ. ഈ ഒരു PDF-ൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ PDF-ലേക്ക് യു ക്യാൻ ഗോ ത്രൂ ദിസ് PDF. അപ്പോൾ ഏതൊക്കെയാണ് വേക്കൻസീസ്, ഏതൊക്കെ കാറ്റഗറിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്, അതുപോലെ പേ സ്കെയിലും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ. ഇനി ഓരോന്നിൻ്റെയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്. വളരെ ലെങ്തി ആയിപ്പോൾ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചിട്ട് പോവാം എന്താന്ന്. അപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഹെൽത്തിന് വരുന്നത് മെട്രിക്കുലേഷൻ ഓർ ഇക്വലൻറ്റ് ആൻഡ് ഡിപ്ലോമ, 2 years ഡിപ്ലോമ ഇൻ ദ റിലവൻറ്റ് ഏരിയ, ഓർ BSc ഇൻ ദ ഫീൽഡ് ഓർ ഇക്വലൻറ്റ്. അപ്പോൾ BSc-ക്കാർക്കുള്ളതാണ് ഈ ഒരു ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇൻ പബ്ലിക് ഹെൽത്ത് വരുന്നത്. പേ സ്കെയിൽ ആൻഡ് ഏജ് ലിമിറ്റ് ആൻഡ് ഓൾ ദാറ്റ് യു ക്യാൻ ഗോ ത്രൂ. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പ്രിൻറ്റിങ്ങും അതേപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ. മെട്രിക്കുലേഷൻ ഓർ ഇക്വലൻറ്റ് വിത്ത് ഡിപ്ലോമ ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ്. ഇനി അതല്ലാത്ത ക്വാളിഫിക്കേഷൻ വരുന്ന ഒന്ന് പറയാം, അതുവരെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് അഗെയിൻ സെയിം ക്വാളിഫിക്കേഷനിലുള്ളൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അഗെയിൻ യു ഹാവ് ദാറ്റ്. അപ്പം ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ഒക്കെ ക്വാളിഫിക്കേഷൻ ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ. BSc അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ പ്ലസ് ഡിപ്ലോമ, അതാണ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റുകൾക്കൊക്കെ വരുന്നത്. അഗെയിൻ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്.
സോ ജനറലി BSc-കാർക്കും 10th+ ഡിപ്ലോമക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റാണ് ഈ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഇനി ലാബറട്ടറി അറ്റൻഡൻറ്റ്, അതിന് വരുന്നത് 12th പാസ്സാണ് പറഞ്ഞിട്ടുള്ളത് വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സ്. +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉള്ളവർക്ക് ലാബ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ അസിസ്റ്റൻറ്റ് കെമിസ്റ്റ് അസിസ്റ്റൻറ്റിന് വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് കെമിസ്ട്രി ആസ് എ മേജർ and 2 years experience in chemical analysis of water effluent, sewage of reagent used in water treatment plants or in so and so. അപ്പം BSc chemistry or is there BSc chemistry plus MSc chemistry. അപ്പോൾ MSc കെമിസ്ട്രിക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണിത്. അല്ലെങ്കിൽ BSc chemistry with your research experience in chemical analysis, അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വി ഹാവ് അസിസ്റ്റൻറ്റ് എൻജിനീയർ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഡിഗ്രി മീൻസ് BTech. ദെൻ അഗെയിൻ ജൂനിയർ എൻജിനീയറിനും അതേ ക്വാളിഫിക്കേഷനാണ് വരുന്നത്. പേഴ്സണൽ അസിസ്റ്റൻറ്റിന് +2 ആൻഡ് സ്റ്റെനോഗ്രാഫി, +2 ആൻഡ് സ്റ്റെനോഗ്രാഫി ആണ് വരുന്നത്. ദെൻ ഫാർമസിസ്റ്റ് ഇക്വലൻറ്റ് മെട്രിക്കുലേഷൻ പ്ലസ് 2 years മിനിമം എക്സ്പീരിയൻസ് ചോദിക്കേണ്ട ട്രെയിനിങ്. യുനാനിയും അതേപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ MBA ആണ് ക്വാളിഫിക്കേഷൻ. അസിസ്റ്റൻറ്റ് ഗ്രേഡ് +2. ദെൻ ജൂനിയർ സ്റ്റെനോഗ്രാഫർ 12th പാസ്ഡ് പ്ലസ് സ്റ്റെനോഗ്രാഫി. ജൂനിയർ എൻജിനീയർ ഡിഗ്രി ഹോൾഡർ ഇൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് or diploma holder in electrical engineering. Scientific assistant master's degree in zoology or botany or anthropology or human biology or biochemistry or microbiology or genetics. കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്, യു ക്യാൻ ഗോ ത്രൂ. മോളിക്കുലർ ബയോളജി, ഫോറൻസിക് സയൻസ്, ഇതിലേതെങ്കിലും ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത്. Security supervisor matriculation. Assistant foreman 3 years diploma in automobile engineering or mechanical engineering or electrical engineering. Carpenter certificate of carpentry, ITI ന്റെ carpentry certificate വേണം. Assistant filter supervisor experience, filtersൽ ഒരു എക്സ്പീരിയൻസ് വേണം, 1 year experience. പ്രോഗ്രാമർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണം പ്ലസ് ഗ്രാജുവേഷൻ. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഡെഫ് ആൻഡ് ഡം, അതിൽ ബാച്ചിലേഴ്സ് B.Ed ആണ് ചോദിക്കുന്നത്. സോ സ്പെഷ്യൽ B.Ed ഉള്ളവരാണ് ഓർ യു ക്യാൻ ഹാവ് എനി കൈൻഡ് ഓഫ് B.Ed. B.Ed is a basic qualification. ട്രെയിൻ ടീച്ചർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ +2 പ്ലസ് ഡിപ്ലോമ. സോ ഓക്കെ, നമ്മളെല്ലാ പോസ്റ്റുകളും ഓടിച്ച് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് പോസ്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾക്ക് പോയി നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞല്ലോ 1800 വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓരോ പോസ്റ്റുകളും ഡീറ്റെയിൽ ആയി പറയാമെന്ന് പറഞ്ഞാൽ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. അപ്ലൈ ചെയ്യേണ്ടതൊക്കെ ഓൺലൈനായിട്ട് തന്നെയാണ്. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുക. പിന്നെ ഫീ വരുന്നത് is 100 rupees ആണ് ഫീ വരുന്നത്. Women candidates and candidates belonging to SC, ST, PWD, ex-servicemen അവർക്കൊന്നും ഫീ ഇല്ല, ഫീ എക്സംഷൻ ഉണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു കാറ്റഗറിക്കാർക്കൊന്നും ഫീ വരുന്നില്ല. ദെൻ 2 ടയർ എക്സാം ആണ്, 1 ടയർ ആൻഡ് 2 ടയർ സ്കീം. പിന്നെ ഇത് എക്സാം ഡീറ്റെയിൽസ് ഒക്കെയാണ്, അതൊന്നും നമ്മൾ ഇപ്പം കാര്യമായി നോക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. You can just go through. Here you have the syllabus here in the notification. ഇപ്പോൾ നോട്ടിഫിക്കേഷനിലെ സിലബസ് ഒന്ന് നോക്കുക അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഏജ് റിലാക്സേഷനൊക്കെയാണ് പിന്നെ പറയുന്നത്. ആൻഡ് ജനറൽ ഇൻസ്ട്രക്ഷൻ, again syllabus details. So that's it. അപ്പം അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് മറക്കണ്ട, March 15th ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. April 14th രാത്രി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. 1800 വേക്കൻസീസ് ഉണ്ട്, ഡൽഹി ബേസ്ഡ് ആണ്.
പിന്നെ വേരിയസ് ക്വാളിഫിക്കേഷനുമാണ്, അതായത് +2 മുതൽ നിങ്ങൾ PG MBA ഒക്കെ പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ MSc കെമിസ്ട്രി. സോ PG വരെയുള്ള എല്ലാ ക്വാളിഫിക്കേഷൻകാർക്കും ഡിഫറെൻറ്റ് പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. 100 രൂപയുള്ള അപ്ലിക്കേഷൻ ഫീ. അതേപോലെ വിമൻ കാൻഡിഡേറ്റ്സിനും SC ST ആൻഡ് PWD എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിനും ഫീ ഇല്ല. അപ്പം ഈ സെൻട്രൽ ഗവൺമെൻറ് ജോബായിട്ടുള്ള ഈ ഒരു ജോബ് വേക്കൻസി എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ, ടേക്ക് കെയർ, താങ്ക് യു.